ഹലോ ഗായ്സ്, അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. നമ്മൾ ഇന്ന് പോകാൻ പോകുന്നത് ആനചാടിക്കുത്ത് വാട്ടർഫാൾസിലേക്കാണ് കേട്ടോ. ഈ റോട്ടിലൂടെ നമുക്ക് താഴത്തോട്ട് ഇറങ്ങണം കേട്ടോ. ഈ റോട്ടിൽ കൂടി നേരെ താഴത്തോട്ട് വേണം നമുക്ക് പോകാൻ വേണ്ടിയിട്ട്. അവിടെ ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കാറ് പാർക്ക് ചെയ്യാനുള്ള സൗകര്യങ്ങളുണ്ട്. ഇതാണ് കാറ് പാർക്ക് ചെയ്യാനുള്ള സൗകര്യം. വിശാലമായൊരു ഷോറൂം തന്നെയാണ്. അതുപോലെ തന്നെ അപ്പുറത്ത് നമുക്ക് ബൈക്ക് വെക്കാനുള്ള സൗകര്യവും ഉണ്ട്. പിന്നെ കടകളും നമുക്ക് വെള്ളം കുടിക്കാനാണെങ്കിലും എന്തിനാണെങ്കിലും എല്ലാ സൗകര്യങ്ങളും ഉണ്ട് കേട്ടോ അവിടെ. അവിടെ കുറച്ച് നിബന്ധനകളൊക്കെ ഉണ്ട് കേട്ടോ. ഇതാണ് കേട്ടോ മെയിൻ വെള്ളച്ചാട്ടത്തിലേക്ക് പോകാനുള്ള വഴി. താഴത്തോട്ട് കുറച്ച് ഇറങ്ങണം. ഇത്രയും പടികൾ ഇങ്ങോട്ട് ഇറങ്ങി, ഇനിയും കിടക്കുന്നു പടികൾ. അയ്യോ, ഇത്രയും കൂടിയുണ്ട് ഇനി. എന്ത് പറ്റി? ചക്ക വീണ? ആ ശരിയാണല്ലോ, നിറയെ ചക്കയാണല്ലോ. ചക്ക വീണു, ചക്ക വീണ് മുയൽ ചത്തു എന്നൊരു കഥ കേട്ടിട്ടില്ലേ? ചക്ക വീണ ആരാണാവോ ചാവാൻ പോണത്? ഞാനാണാവോ? നല്ല ചുളയുള്ള ചക്കയാണെന്ന് തോന്നുന്നു. പടികളൊക്കെ ഇറങ്ങിക്കഴിഞ്ഞു. അവിടെ നിന്ന് കുറച്ച് ഇങ്ങോട്ട് വന്നു കഴിയുമ്പോൾ ഇങ്ങനൊരു സംഭവമൊക്കെ ഉണ്ട്. രണ്ട് പാറകളൊക്കെ ഇരിപ്പുണ്ട്. നമുക്ക് അങ്ങോട്ടല്ല പോകേണ്ടത്, നമുക്ക് ഇങ്ങോട്ടാണ്. നമ്മൾ ഇറങ്ങി വന്നപ്പോൾ ഒരു കടയൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ മെയിൻ വെള്ളച്ചാട്ടത്തിലെത്തി കേട്ടോ. ശരിക്കും ഇതാണ് കേട്ടോ നമ്മുടെ വെള്ളച്ചാട്ടത്തിൻ്റെ മെയിൻ സ്പോട്ടെന്ന് പറയുന്നത്. പക്ഷേ ഞങ്ങളിവിടെ കുളിക്കാനൊന്നും നിന്നില്ല. നമുക്ക് കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരു പ്രൈവറ്റായിട്ടുള്ളൊരു ഇടം വേണം. അതുകൊണ്ടിട്ട് ഞങ്ങൾ ഒരു പ്രൈവറ്റായിട്ടുള്ള ഇടത്തിലേക്കാണ് കേട്ടോ പോയത്. അതും കാണിച്ചു തരാം. വെള്ളച്ചാട്ടത്തിൻ്റെ അരികിൽ കാണുന്ന പാറയൊക്കെയാണ് കേട്ടോ ഇത്. അത്യാവശ്യം ഷൂട്ട് ചെയ്യാനും നമുക്ക് റീൽസ് ചെയ്യാനൊക്കെ പറ്റുന്നൊരു സ്ഥലമാണ്. അപ്പുറത്തേക്ക് കാടാണോ എന്നൊരു ഡൗട്ട്. നോക്കട്ടെ. ഇടയ്ക്ക് വീടൊക്കെ ഉണ്ട് കേട്ടോ, അവിടെയൊക്കെ വീടൊക്കെ ഉണ്ട്. ഇതിൻ്റെ മേളിലൊക്കെ ആൾക്കാർ പോയി ഇരിപ്പുണ്ട് കേട്ടോ. നല്ല വെയിലാണ്. ഇവിടെ നിന്നാൽ ചെറിയൊരു വിഷ്വൽ കിട്ടും. ഞാൻ നോക്കട്ടെ, താഴത്തോട്ട് ഇറങ്ങാൻ പറ്റുമോ എന്ന് നോക്കട്ടെ. അങ്ങനെ ഞങ്ങൾ വെള്ളച്ചാട്ടമൊക്കെ കണ്ടിട്ട് തിരിച്ച് മുകളിൽ വന്നിട്ടോ. മുകളിൽ വന്നിട്ട് ഇനി ഞാൻ പറഞ്ഞ പ്രൈവറ്റ് സ്ഥലത്തേക്ക് നമുക്ക് പോവാം. ഇതിൻ്റെ ഉള്ളിലേക്ക് കുറച്ച് നടക്കണം കേട്ടോ. അവിടെ ഒരു പാലമൊക്കെ കാണാം. ആ പാലത്തിൻ്റെ അരികിലൂടെ നമുക്ക് ഉള്ളിലേക്ക് കുറച്ച് നടക്കണം.
ഞങ്ങളുടെ മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് ആണ് കേട്ടോ ഇത്. ദോശയും സാമ്പാറും. അപ്പം നമുക്കിതിൻ്റെ ഉള്ളിലാട്ടൊക്കെ ഒന്ന് പോയി നോക്കാം കേട്ടോ, എന്താണ് അവസ്ഥയെന്ന് നോക്കാം. ശരിക്കും ഉള്ളിലാട്ട് ചെന്ന് കഴിയുമ്പോൾ ഒരു പാലമൊക്കെ ഉണ്ട് കേട്ടോ. നമുക്ക് ആ പാലത്തിലൂടെ നടന്ന് അപ്പുറത്തേക്കൊക്കെ പോകാം. ശരിക്കും ഒരു പ്രൈവറ്റ് ഏരിയ തന്നെയാണ്. കാരണം നമുക്ക് ഫാമിലീസിനാണെങ്കിലും കുട്ടികൾക്കാണെന്നുണ്ടെങ്കിലും കപ്പിൾസിനാണെങ്കിലും അത്യാവശ്യം എൻജോയ് ചെയ്യാൻ പറ്റിയൊരു സ്ഥലം തന്നെയാണ് കേട്ടോ ഇത്. നല്ലൊരു പ്രൈവറ്റ് ആയിട്ടുള്ളൊരു ഏരിയയാണ്. നമുക്കൊന്ന് അപ്പുറത്തേക്ക് പോയി നോക്കാം. അവിടെ എന്താണ് അവസ്ഥയെന്ന് നോക്കട്ടെ. അങ്ങോട്ട് കുറച്ചുകൂടി പോവാന്ന് തോന്നുന്നു. നമുക്ക് നടക്കാട്ടോ അങ്ങോട്ട് കുറച്ചുകൂടിയൊക്കെ. അങ്ങനെ ഞങ്ങൾ നടന്ന് നല്ലൊരു സ്വിമ്മിംഗ് പൂൾ കണ്ടുപിടിച്ചിട്ടോ. എന്നിട്ട് പിന്നെ ഞങ്ങളവിടെ തകർത്ത് വാരിയായിരുന്നു ഗൈസ്. നല്ല തണുപ്പും നല്ല മഴയുമായിരുന്നു, ഒരു രക്ഷയില്ലായിരുന്നു. നമ്മൾ മാത്രം ഉണ്ടായിരുന്നുള്ളൂ അവിടെ, വേറെ ആരും ഉണ്ടായിരുന്നില്ല. കാരണം മെയിൻ സ്പോട്ട് താഴെ ചെയ്തുകൊണ്ട് എല്ലാവരും അങ്ങോട്ടേ പോവുള്ളൂ. നമുക്കിവിടെ അടിച്ച് പൊളിക്കാൻ പറ്റും കേട്ടോ, അതൊരു വേറൊരു വൈബായിരുന്നു. അങ്ങനെ ഒരു കുളിയൊക്കെ കഴിഞ്ഞ് നമ്മൾ നേരെ വന്ന് ഒരു സോഡ നാരങ്ങ കുടിച്ചിട്ടോ. എല്ലാവർക്കും ഫ്രീ ടൈം കിട്ടുന്ന സമയത്ത് ഇങ്ങോട്ട് പോരട്ടോ. അടിപൊളിയായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റുന്നൊരു സ്ഥലം തന്നെയാണ്. അപ്പം ഗൈസ്, ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടി നിർത്തിയപ്പോഴേക്കും കണ്ടൊരു കാഴ്ചയാണ് കേട്ടോ. റംബൂട്ടാൻ, ഫുള്ള് റംബൂട്ടാൻ. ഫ്രൈ. അങ്ങനെ ഫുഡൊക്കെ കഴിച്ചു. നമുക്ക് കുറേയേറെ കാഴ്ചകളൊക്കെ കാണാൻ വേണ്ടി പറ്റി. വീഡിയോ ഇഷ്ടമായ ലൈക്കും കമൻറ്റും ഷെയറൊക്കെ ചെയ്യണം. ബൈ ബൈ, ഇറ്റ്സ് മീ വൈഗ.